പക്ഷേ ഇത് ഇപ്പോൾ ഞാൻ രംഗത്തേക്ക് ഒരു ഡോക്ടറേറ്റ് ഞാൻ ഡോക്ടർ RLV രാമകൃഷ്ണൻ ആയപ്പോൾ എൻ്റെ ഒരു ഉയർച്ചയിൽ അതുകൊണ്ടാണ് അതൊരു വ്യക്തിപരമായിട്ട് നിങ്ങൾക്കൊക്കെ തോന്നുന്നത്. ഒരിക്കലും വ്യക്തിപരമല്ല. ഈ രംഗത്തേക്ക് പുരുഷ നർത്തകർ കടന്നു വരാത്ത രീതിയിലുള്ള അക്ഷരങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. വിവാദമല്ലാതെ ഞാൻ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ക്ഷണത്തിനെ സ്വീകരിച്ചു. അതിന് ഇന്നത്തെ പരിപാടിയുണ്ട്. പിന്നെ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് എനിക്കൊരു സിനിമയിൽ അഭിനയിക്കുന്ന താല്പര്യമുണ്ട് എന്നാണ് പറഞ്ഞത്. അതിന് ഇത്രയും മോശമായ രീതിയിൽ വളച്ചൊടിക്കുന്നത് ആരാണെന്ന് അറിയില്ല. ഞാൻ എൻ്റെ ആഗ്രഹമാണ് പറഞ്ഞത്. രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെട്ടു. ഒന്ന് CCRTയുടെ സീനിയർ ഫെലോഷിപ്പ് മുടങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ ദേശീയ തലത്തിൽ അത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് അതൊന്ന് എത്രയും പെട്ടെന്ന് നിർവഹിച്ച് തരണമെന്ന് പറഞ്ഞു. ആ ഫെലോഷിപ്പിൻ്റെ തുക മുടങ്ങി കിടക്കുന്ന തുക തരണമെന്ന് പിന്നീട് പറഞ്ഞു. നൃത്തത്തിന് നമുക്ക് അവസരങ്ങളുണ്ടാവും. അതോടൊപ്പം തന്നെ ഒരു ചാൻസ് അതിൽ ചേട്ടനോടൊപ്പം നിന്ന ഒരു സഹപ്രവർത്തകൻ, ചേട്ടൻ്റെ കൂടെ അഭിനയിച്ച ഒരു നടൻ അല്ലെങ്കിൽ സഹപ്രവർത്തകൻ എന്ന രീതിയിലാണ് അദ്ദേഹത്തോട് ഞാനത് ആവശ്യപ്പെട്ടത്. അതിനെ ഈ രീതിയിൽ ഞാൻ യാത്രയിൽ ഞാൻ പ്രതീക്ഷിച്ചത്. തീർച്ചയായിട്ടും ഒട്ടനവധി പേര്, ഒരുപാട് പേര് നമ്മുടെ മിഥുനെ അറിയിച്ചിട്ടുണ്ട്. കാരണം ഇതൊരു കേവലം ഒരു വ്യക്തിയുടെ കാര്യമല്ലാത്തത് കൊണ്ടാണ്. ഒരു വ്യക്തിയുടെ ആണെങ്കിൽ എനിക്ക് ഇത്ര സപ്പോർട്ട് കിട്ടുന്നത്. ഇതെൻ്റെ പേഴ്സണൽ കാര്യം. പക്ഷെ ഒരു സമൂഹത്തിൻ്റെ മൊത്തം പ്രശ്നമായതുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളും എല്ലാവരും ഇത് ഒറ്റയടിക്കുന്നത്. സത്യഭാമയോട് ശരിക്കും എന്ത് നടപടിയാണ്? ഈ സത്യഭാമയോട് മാത്രമല്ല എനിക്ക് പറയുന്നത്. ഇതുപോലെ ചിലപ്പോൾ ഉള്ളിൽ പതുങ്ങിയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നാളെ ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരിക്കലും ഇറങ്ങാൻ പാടില്ല. അല്ലെങ്കിൽ ഇനി സമൂഹത്തോട് ആരും തന്നെ നൃത്താധ്യാപകരായാലും അല്ലെങ്കിൽ മറ്റേത് രീതിയിലായാലും ഇത്തരത്തിലൊരു ബാഡ് മെസ്സേജ് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. കാരണം കല എന്ന് പറയുന്നത് ശബ്ദപ്രതിഭയാണ്. അത് നമ്മുടെ മനുഷ്യരുടെ കഴിവാണ്, ജന്മന കിട്ടുന്നൊരു കഴിവാണ്. അതുകൊണ്ട് തന്നെ അതിനെ വ്രണപ്പെടുത്തുന്ന ശരിയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചിന്താഗതിയുള്ള സമൂഹത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പാഠമായിട്ടാണ് ഈ അവസ്ഥയിൽ കണക്കാക്കുന്നത്. ഇതിനൊരു സമൂഹത്തിനൊരു പാഠമാവുകയും, കാരണം ഒരുപാട് കുട്ടികൾ, കുഞ്ഞു മക്കൾ നൃത്തം ചെയ്യുന്നവരുണ്ട്. ഇതുപോലെ ഈ അഞ്ചക്കള്ളപ്പൊക്കെ ചിത്രത്തിലെ പോലെ ഒരുപാട് കറുത്ത മുട്ടുകൾ നമുക്ക് കൂടി ഉണ്ട്. അവരുടെ ഒന്നും പ്രതീക്ഷ നാളത്തെ ഭാവി വാഗ്ദാനമായിട്ട് ഒരുപാട് ആളുകൾ നമുക്ക് വരേണ്ടതുണ്ട്. നൃത്തത്തിലായാലും സംഗീതത്തിലായാലും എല്ലാം അവർക്കൊക്കെ നമ്മൾ പ്രതീക്ഷയാണ് കൊടുക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ കൈകാലത്ത് ആളുകൾ വീൽ ചെയറിൽ നൃത്തം ചെയ്യുന്നവരുണ്ട്. അതുപോലെ കാഴ്ച പരിമിതിയുള്ളവർ നൃത്തം ചെയ്യുന്നവരുണ്ട്, കേൾവി പരിമിതിയുള്ളവർ നൃത്തം ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ ഒരു ഭാഗത്തേക്ക് ഒതുക്കുന്ന രീതിയിൽ സൗന്ദര്യമുള്ളവർ മാത്രമേ നൃത്തം ചെയ്താൽ മതി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന് ഒരു ബാഡ് മെസ്സേജാണ്.